الحمد لله رب العالمين نحمده ونستعين به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയെ സംബന്ധിച്ചും പള്ളി പരിപാലനത്തെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ഖുതുബയിൽ ഏതാനും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് തൗബയിലെ 18ാമത്തെ ആയത്താണ്. പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. 5 വിശേഷണങ്ങളാണ് പള്ളി കമ്മിറ്റിക്ക് വേണ്ടത്. പള്ളി ഭാരവാഹികൾക്ക്, പള്ളിയുടെ അനുകൂലികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള 5 കാര്യങ്ങൾ അല്ലാഹു പറയുന്നത് ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി. ഇമാറത്ത് എന്നാണ് അതിന് പറയാം. പള്ളിയുടെ പരിപാലനത്തിന് പറയുന്ന പേരാണ് ഇമാറത്ത്. നമുക്കറിയാം, കഅബ ആദ്യകാലം തന്നെ ജാഹിലികള്, അവിടുത്തെ മുശ്രിക്കുകൾ പരിപാലിച്ചു പോന്നിരുന്നു എന്ന്. പിന്നെ കഅബ ഇസ്ലാമിന് കീഴിൽ വന്നപ്പോ ആ പള്ളി പിന്നെ പരിപാലിക്കേണ്ടത് മുഅ്മിനീങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. തൊട്ടു മുമ്പുള്ള ആയത്ത് അങ്ങനെയാണ് പറയുന്നത്, വമാ കാന ലിൽ മുശ്രിക്കീന അൻ യഅ്മുറു മസാജിദല്ലാഹി ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ. സ്വയം കുഫറിന് സാക്ഷ്യം വഹിച്ച് ഇസ്ലാം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വരാതെ അവിശ്വാസികളായി നടക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭവനം ഇനി ഇമാറത്ത് ചെയ്യാൻ, പരിപാലിക്കാൻ അർഹതയില്ല എന്ന പ്രഖ്യാപനം ആദ്യം നടത്തിയത്. തുടർന്ന് വന്ന പ്രഖ്യാപനമാണ് ആരാണ് പരിപാലിക്കേണ്ടത് എന്നതാണ്. അതിലാണ് 5 വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് പള്ളി പരിപാലിക്കേണ്ടത്. ഒന്നാമത്തെ ലക്ഷണം, വിശേഷണം അതാണ്. വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിലും അവർ വിശ്വസിക്കണം, പരലോകത്തിൽ വിശ്വാസം ഉണ്ടാവണം. വഅഖാമസ്സലാ, അവര് നിസ്കാരം നിലനിർത്തുന്നവരാവണം. വആതസ്സകാ, ഒരു സകാത്ത് കൊടുക്കുന്നവരും ആകണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരെയും ഭയപ്പെടാനും പാടില്ല എന്നാണ്.
ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. അവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകും എന്നാണ്. അപ്പൊ 5 ക്വാളിറ്റി വേണം എന്നാണ്. ഒന്നാമതായ ക്വാളിറ്റി അല്ലാഹുവിലുള്ള വിശ്വാസം തന്നെയാണ്. പള്ളി അത് അല്ലാഹുവിന്റെ ഭവനമാണ് എന്നും അവിടെ ഇബാദത്ത് ചെയ്യണമെന്നും ആ പള്ളിയിൽ അല്ലാഹുവിനെ മാത്രമേ വിളിക്കൂ, അവനെ മാത്രമേ ആരാധിക്കൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്നുമുള്ള വിശ്വാസമാണ് ആദ്യമായിട്ട് വേണ്ടത്. അത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം ഈമാൻ കാര്യത്തിൽ ഒന്നതാണ്. അല്ലാഹു ഏകനാണ്, അവന് തുല്യമായി യാതൊരു ശക്തിയോ വ്യക്തിയോ ഇല്ല, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമൊക്കെ അള്ളയാണ് എന്ന അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. നമുക്കെന്ത് സംഭവിച്ചാലും അതെല്ലാം അല്ലാഹു നമുക്ക് നൽകുന്നതാണ് എന്ന വലിയ ഖദറിലുള്ള വിശ്വാസം. അപ്പൊ അതൊക്കെ അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസം, അതോടൊപ്പം തന്നെ അതിൽ വരുന്ന ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, എല്ലാം അതിൽ ഉൾക്കൊള്ളുന്ന പരിപൂർണമായിട്ടുള്ള സർവശക്തനിലുള്ള വിശ്വാസമാണ് ഒന്നാമതായിട്ട് അതിൽ വേണ്ടത്. കാരണം ഈമാൻ ഇല്ലാത്തവർക്ക് കുഫറുള്ളവനെ പള്ളി പരിപാലിക്കാൻ അർഹതയില്ല. ശിർക്കുള്ളവന് മക്കാനിൽ മുശ്രിക്കീൻ, ശിർക്കുള്ളവനെ പള്ളി പരിപാലിക്കാൻ അവകാശമില്ല എന്ന് തന്നെയാണ് അള്ളാഹു തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വൽ യൗമിൽ ആഖിർ, രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം എന്നാണ്. ഇതൊക്കെ വിശ്വാസമാണ്. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വസിക്കുന്നവനാണ്, കാണുന്നവനല്ല. കണ്ട് തൊട്ട് അറിഞ്ഞാൽ ആ അറിവ് അല്ല വിശ്വാസം. അറിഞ്ഞത് അറിവാണ്, അത് വിശ്വാസം എന്ന് പറയില്ല. നമ്മളൊക്കെ ചില കാര്യങ്ങളിലുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മളൊക്കെ രാവിലെ പള്ളിയിലേക്ക് പോകുന്നത് ബസ്സിൽ കയറി ഇവിടെ എത്തും എന്ന ഒരു വിശ്വാസമാണ്, ഒരു ചിന്തയാണ്. നമ്മൾ ഉറപ്പിച്ചിട്ടല്ല, ഇവിടെ വന്നതിന്റെ ശേഷമാണ് നമ്മൾ പള്ളിയിലെത്തി എന്ന് ഉറപ്പിച്ചത്. എത്രയോ ആളുകൾ ഇന്ന് തന്നെ പള്ളിയിൽ പോയിട്ട് പള്ളിയിലെത്താത്തവരുണ്ടാവും, അതിന് സാധിക്കാത്തവരുണ്ടാകും. നമ്മളെ മക്കളെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെയൊക്കെ പരിപാടികളും ആഘോഷങ്ങളും എല്ലാം ഒരു വിശ്വാസമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ പടച്ചതമ്പുരാനിൽ സ്ഥിരപ്പെട്ട പ്രവാചകനാൽ ബോധ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിശ്വാസമാണ് മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് എന്ന വിശ്വാസം. അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉറങ്ങുന്നത് പോലെ നിങ്ങൾ മരിക്കും, നിങ്ങൾ ഉണരുന്നത് പോലെ വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നമ്മൾ ഇങ്ങനെ തന്നെ ജീവിക്കും എന്നാണ് പരലോകത്ത്. അവിടെ വിചാരണയുണ്ട്, രക്ഷാശിക്ഷകളുണ്ട്. അന്ന് മനസ്സുകളൊക്കെ പരിഭ്രമിച്ചു പോകുന്നൊരു ദിവസമാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അന്ത്യദിനത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ദുനിയാവിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നതാണ്. കാരണം അതൊരു മനുഷ്യന്റെ ആവശ്യമാണ്. ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട്, അതൊരു മനുഷ്യന്റെ ജന്മസിദ്ധമായ ജന്മസഹജമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഒരു നല്ല കാര്യം ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് അതിനൊരു അപ്രിസിയേഷൻ, ഒരു പ്രശംസയെങ്കിലും കിട്ടണം എന്നത് മനുഷ്യപ്രകൃതമാണ്. ഒരു കുട്ടി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വന്നിട്ട് ഒരു നന്ദി വാക്ക് പോലും ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പിന്നെ ഡിസ്പോ ആകെ പുറകോട്ട് പോകും. ഏറ്റവും വലിയ ആളുകൾക്കും ഏറ്റവും ചെറിയ ആളുകൾക്കും ഒക്കെ ആവശ്യമുള്ളൊരു സംഗതിയാണ് ഒരു പകരമായിട്ടൊരു നന്ദിയെങ്കിലും കിട്ടുക എന്നത്. അത് മനുഷ്യന്റെ ഒരു ആവശ്യമാണ്. നമ്മളൊക്കെ ഇവിടെ നല്ല നിലക്ക് ജീവിച്ചാൽ മനുഷ്യരാണ് നമ്മളൊക്കെ. മനുഷ്യ പ്രകൃതമായ പല കാര്യങ്ങളും നമ്മിലുണ്ട്.
പക്ഷെ നമ്മളൊക്കെ അത് ഒഴിവാക്കുന്നു. നമ്മളെല്ലാം മുടക്കി നമ്മുടെ പള്ളിയിലേക്ക് വന്നു. സുബഹിനെ നമ്മൾ പള്ളിയിലെത്തുന്നു, അല്ലെങ്കിൽ സുബഹിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, പള്ളിയിലെത്തുന്നു. റമദാനിൽ നോമ്പ് നോൽക്കുന്നു, വ്യഭിചരിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല. ഇതിനൊക്കെ വെറുതെ ചെയ്യല്ല, ഇതിനൊക്കെ ആരും ഒന്നും ചെയ്തിട്ടുമല്ല. നമ്മുടെ നിയമത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ പഴുതുകളുണ്ട്. എത്ര വലിയ തെറ്റ് ചെയ്താലും ചിലപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ട് രക്ഷപ്പെടുന്ന കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നിട്ടും പിടിച്ചു നിന്ന് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് മരണശേഷം ഒരു പ്രതിഫലം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഈ ഒരു അന്ത്യനാളിനെ ഭയപ്പെടുക എന്ന് പറയുന്നതിനെ പള്ളി പരിപാലനത്തിന്റെ, പള്ളിയിൽ വരുന്നവരുടെ, പള്ളിയുടെ ആളുകളുടെയൊക്കെ വലിയ ഒരു ശ്രേഷ്ഠതയായിട്ട് പുകഴ്ത്തി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ പള്ളി പരിപാലിക്കേണ്ടത് രണ്ട് രൂപത്തിൽ പരിപാലിക്കണം. ഒന്ന് പള്ളിയുടെ ഫിസിക്കലി ആയിട്ടുള്ള പരിപാലനം, പള്ളി വൃത്തിയാക്കുക, പള്ളിയിൽ കാർപ്പറ്റ് വിരിക്കുക, പള്ളി പെയിന്റ് അടിക്കുക, ഭൗതിക സൗകര്യങ്ങൾ പള്ളിയിൽ ചെയ്യുക, ഫിസിക്കലി ആയിട്ട്. മറ്റൊന്ന് സ്പിരിച്വലായിട്ട്, ആത്മീയമായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്കരിക്കുക, അവിടെ ക്ലാസ് നടക്കുക, ആ ക്ലാസ്സിൽ പങ്കെടുക്കുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുക, ദിക്ർ ചൊല്ലുക, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. ഹിസ്സിയ് മാനവിയ് എന്നാണ് അതിന് അറബിയിൽ പറയുന്നത്. ഒന്ന് ഹിസ്സിയായിട്ടുള്ളതാണ്, നമുക്കത് ഫിസിക്കലി ചെയ്യാവുന്നതാണ്. മറ്റത് ആശയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് രണ്ടാണെങ്കിലും പരിശുദ്ധ ഖുർആൻ പള്ളിയെ പരിപാലിക്കേണ്ടവരെ എടുത്തു പറഞ്ഞത് ഉസ്താദുമാരെ അല്ല എന്നുള്ളതാണ് പ്രത്യേകത. ആലോചിച്ചു, നമ്മുടെ നാട്ടിലൊക്കെ പള്ളി പരിപാലനം വരുന്നത് അത് ഉസ്താദുമാരുടെ ബാധ്യതയായിട്ടാണ്. ഒരു പള്ളി കയറ്റി അതിലൊരു ബംഗാളിയെ ബീഹാരിയെയോ കൊണ്ട് നിർത്തി, ഓമിനെ ലീവ് എടുക്കൊന്നുമില്ലല്ലോ, ഓനൊരു ചെറിയ കടന്നുറങ്ങാൻ റൂമും ഒരു സ്റ്റവും വാങ്ങിക്കൊടുത്ത് ആണ്ട് ഏൽപ്പിച്ചു പോയാൽ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നാണ് പലരും വിചാരിക്കുന്നത്. മറ്റു ചില പള്ളികളാണെങ്കിലോ അവിടെ ഒരു മൊയിലേരി ഒരു 40 അല്ലെങ്കിൽ 50, 10, 20 കുട്ടികളെയും കൊണ്ടുവന്നാക്കിയാൽ അവരുടെ ഉത്തരവാദിത്വം, കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നാണ് കമ്മിറ്റിക്കാർ പോലും വിചാരിക്കുന്നത്. കമ്മിറ്റിക്കാര് തന്നെ ആ പള്ളിയിലെ ജമാഅത്തിനോ ആ പള്ളിയുടെ അത്യാവശ്യ കാര്യങ്ങൾക്കോ ഉണ്ടാകുന്നില്ല എന്ന്. അതിന് കമ്മിറ്റിക്കാർക്ക് തന്നെ പലപ്പോഴും താല്പര്യമില്ലാത്ത അവസ്ഥയും നമ്മുടെ നാടുകളിലൊക്കെ കാണാം. ആലോചിച്ചു, ഒരു പള്ളിയിൽ നിങ്ങൾ ഒരു വഖത്തിന് പോയി നോക്കുക, ചിലപ്പോൾ മഗ്രിബിക്കൊക്കെ ചിലപ്പോൾ ആളുണ്ട്, ഒരു സുബഹിക്കോ ഒരിട സമയത്തൊക്കെ പോയി നോക്കിയാൽ ദർസുള്ള പള്ളിയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ആ മൊയ്ലിയരും കുട്ടികളുമാണ്, പിന്നെ ഏതെങ്കിലും 3-4 ആൾക്കാർ. മറ്റേ പള്ളി ചെന്നാലോ ആ ഇമാം ചിലപ്പം 1-2 മൗമൂമുകളാണ്. ടൗൺ പള്ളിയിൽ കുറച്ചും കൂടി ആളുകൾ കൂടുതലുണ്ടാവും ചിലപ്പോൾ. പക്ഷെ അങ്ങനെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല. ഖുർആൻ പരിചയപ്പെടുത്തിയത് ബിസിനസ്സുകാരും കച്ചവടക്കാരും പടച്ചതമ്പുരാനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത് അവര് പള്ളിയിൽ വരണം. അവരിലൂടെ പള്ളിയിൽ ഉണ്ടാകുന്ന വിവരങ്ങള്, ഇൽമുകള്, അറിവുകള്, ഇവിടുന്ന് ലഭിക്കുന്ന പ്രചോദനം നാട്ടിൽ മുഴുവനും എത്തണം എന്നതാണ്. അതാണ് സൂറത്തുന്നൂറിലെ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് എന്ന് പറയുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സൂറത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത്. സൂറത്തുന്നൂർ പേരെന്ന് അങ്ങനെയാണ്, വെളിച്ചം. ഏതാണ് വെളിച്ചം? ആ വെളിച്ചം പള്ളിയിലെ ഖുതുബയാണ്. ആ വെളിച്ചം പള്ളിയിലെ ക്ലാസുകളാണ്. ആ വെളിച്ചം പള്ളിയിലെ ആരാധനയിൽ നിന്ന് കിട്ടുന്ന ആത്മീയ ജ്യോതിസാണ്. ആലോചിച്ചു, അള്ളാഹു എങ്ങനെയൊക്കെ അതിനെ പറഞ്ഞു എന്നുള്ളതാണ്. രസകരമായിട്ട് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നൂറുസ് സമാവാതി വൽ അർള്. അള്ളാഹു എന്ന് പറയുന്നത് നൂറുസ് സമാവാതി വൽ അർള്, ആകാശത്തിലെയും ഭൂമിയിലെയും വെളിച്ചമാണ് അള്ളാഹു. ജ്യോതിസാണ്, ദിവ്യ ജ്യോതിസാണ് അള്ളാഹു. ഇനി അതിനെ വിശദീകരിക്കാം. മസലു നൂരിഹി കമിഷ്കാത്തിൻ. അള്ളാഹുവിന്റെ പ്രകാശത്തെ നിങ്ങൾക്കറിയണോ? അത് കമിഷ്കാത്തിൻ, ഒരു റിഫ്ലക്ടർ പോലെയാണ്.
ഒരു ഹൈമാസ് ലൈറ്റ് പോലെ അങ്ങാടിയിലൊക്കെ വെക്കുന്ന വലിയ ലൈറ്റുകൾ ഉണ്ടാവും, വലിയ സ്പോട്ട് ലൈറ്റുകൾ. അത് പിന്നെ അത് റിഫ്ലക്ടർ പോലെയാണ്. റിഫ്ലക്ടർ മാത്രല്ല, റിഫ്ലക്ടർ തന്നെ തിളങ്ങുന്നതാണ്. ഇതിനാണല്ലോ ഒരു തിളങ്ങുന്ന സാധനമാവോ എപ്പോഴും ഒരു പിന്നെ റിഫ്ലക്ടർ ആയിട്ട് വെക്കുന്നത്. ഫീഹാ മിസ്ബാഹ്, അതിലൊരു വെളിച്ചമുണ്ട്, അതിലൊരു വിളക്കുണ്ട്. റിഫ്ലക്ടർ ഈ കാണുന്ന ലൈറ്റ് അല്ലല്ലോ, അതിനുള്ളിലുള്ള ബൾബാണല്ലോ പ്രകാശിക്കുന്നത്. ഫീഹാ മിസ്ബാഹ്, അള്ളാഹനെ പരിചയപ്പെടുത്തുക, അതിലൊരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ, ആ വിളക്ക് വെറുതെ വെച്ചതല്ല, അതിനും ഒരു സുജാജത്തുണ്ട്, തിളങ്ങുന്ന ഒരു കൂടുണ്ട്. അതിനും ഒരു ചെറിയ റിഫ്ലക്ടർ വെച്ച് തിളങ്ങുന്ന ഒരു കൂടുണ്ട്. അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയുൻ, ആ കൂട്, ഗ്ലാസിന്റെ കൂട്, കൗകബുൻ ദുർരിയുൻ, നല്ല കത്തിജ്വലിക്കുന്ന ഒരു ഗ്രഹത്തെ പോലെയുണ്ട്, സൂര്യനെ പോലെ. അതിങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. ആ വിളക്ക് അന്ന് അങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റൂ. യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ, അന്നത്തെ ആ വിളക്ക് കത്തിക്കുന്നത് ബർക്കത്തുള്ള ഒരു മരത്തിന്റെ എണ്ണ കൊണ്ടാണ്. ഏതാണ് ആ മരം? സൈത്തൂനത്തിൻ, സൈത്തൂൻ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ എണ്ണയുള്ള ഒരു മരം. ആ എണ്ണ പാർന്നിട്ടാണ് അത് കത്തിക്കുന്നത് എന്നാണ്. കെടൂല. നമുക്കറിയാലോ, ഇന്നും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഹിന്ദുക്കളൊക്കെ അവരുടെ അമ്പലങ്ങളിലൊക്കെ പിന്നെ ലക്ഷാർച്ചനകൾ, ലക്ഷം ബൾബുകളൊക്കെ ലക്ഷം ലൈറ്റുകളൊക്കെ കത്തിച്ചു കെടാതെ. ചില ആളുകൾ മരണപ്പെട്ടു പോയാൽ അവരുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് കെടാവിളക്കുകൾ വീട്ടിൽ വെക്കും. അതിൽ നല്ല കെടാതെ ശ്രദ്ധിക്കണം, എണ്ണ ഒഴിക്കണം. അങ്ങനെ എണ്ണ ഒഴിച്ചു, നല്ലൊരു എണ്ണ, അത് സൈത്തൂനത്തിൻ, സൈത്തെണ്ണയാണ്. എല്ലാം കത്തുന്ന, അന്നൊക്കെ കാലത്ത് ഏറ്റവും നന്നായി കത്തുന്ന എണ്ണ. കാലത്ത് കുറവ് കണ്ടുപിടിച്ചപ്പോ നമ്മൾ ലൈറ്റ് ഒക്കെ വേണമെങ്കിൽ ഉദാഹരണം പറയാം. ആ സൈത്തൂനിനും പ്രത്യേകതയുണ്ട്. ആലോചിച്ച് എന്തൊക്കെയാ പറഞ്ഞത്. ഒരു മണ്ണെണ്ണ വിളക്കുന്നോ, ഒരു തിരിയുന്നല്ല. അത് ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യത്തിൻ, ഏറ്റവും നല്ല സൈത്തൂൻ മരമാണ്. അത് പടിഞ്ഞാറുള്ളതല്ല, കിഴക്കുള്ളതല്ല. മിഡിൽ ഈസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ വളരുന്നതാണ് സൈത്തൂൻ എന്ന് പറയുന്നത്. ഒലീവ്, അതിന്റെ കായ ഭക്ഷ്യയോഗ്യമാണ്. അതിന് എണ്ണ കിട്ടും, സൈത്തെണ്ണ. അത് കൊളസ്ട്രോൾ ഫ്രീ ആണ്. വെറുതെ 2 സ്പൂൺ കഴിച്ചാൽ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. അറബികളുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഈ സൈത്ത് എന്ന് പറയുന്നത്. സൈത്തിന്റെ എണ്ണ അല്ലെങ്കിൽ സൈത്തിന്റെ കായ വളരെ നല്ലതാണ്. കത്തിക്കാനും അത് നല്ലതാണ്. അത് ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, കിഴക്കുള്ളതല്ല, പടിഞ്ഞാറുള്ളതല്ല. കിഴക്കുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ പടിഞ്ഞാറുള്ളതാണെങ്കിൽ ഒന്നുകിൽ സൂര്യാസ്തമയ സമയത്തോ അല്ലെങ്കിൽ സൂര്യ ഉദിക്കുന്ന സമയത്തോ വെയിലുള്ളൂല. ഉദാഹരണമായിട്ട് പടിഞ്ഞാറാണെങ്കിൽ സൂര്യ ഉദിക്കുന്ന സമയത്ത് വേണ്ട പോലെ വെയിലുള്ളൂല. തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെ. സൂര്യ ഉദിക്കുമ്പോ ഒരു ഭാഗത്ത് വെയിൽ മങ്ങും, അസ്തമിക്കുമ്പോ വേറൊരു ഭാഗത്ത് വെയിൽ മങ്ങും. അപ്പൊ അതുകൊണ്ട് പടിഞ്ഞാറല്ല, കിഴക്കുമല്ല. പിന്നെ എവിടെയാണ്? അത് മധ്യമായ ഒരു സ്ഥലത്താ. സൈത്തൂൻ വൃക്ഷത്തിന്റെ പ്രത്യേകത അതിന് നല്ല വെയിൽ കിട്ടണം എന്നാണ്. ഒരൽപ്പം കാനലുണ്ടെങ്കിൽ അത് ഉണ്ടാവൂല. ഒരൽപ്പം കാനൽ വന്നുപെട്ടാൽ ആ മരം അതിന് കിട്ടുന്ന എണ്ണ കുറയും. നല്ല പറയാ, ഇത് ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. ഒരു ഭാഗത്തുണ്ടാവുമ്പോ മറ്റൊരു ഭാഗത്ത് അങ്ങനെയാണല്ലോ. ഒരു ഭാഗത്ത് സൂര്യ ഉദിക്കുമ്പോ മറ്റേ ഭാഗത്ത് വെളിച്ചം കുറവായിരിക്കും, അപ്പൊ അവിടെ തണല് വരും. ഒരു ഭാഗത്ത് സൂര്യ അസ്തമിക്കുമ്പോ മറ്റേ ഭാഗത്ത് തണല് വരും. എന്നാ അവിടെ അല്ല. അതെവിടെയാണ്? ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. നട്ടുച്ചക്ക് നല്ല വെയിൽ കിട്ടുന്ന ഭൂമിയുടെ ഏറ്റവും മധ്യമായ ഒരു പ്രദേശത്തുണ്ടാകുന്ന അങ്ങനത്തെ ഒരു സൈത്തൂനിൽ നിന്ന് കത്തിക്കുന്ന എണ്ണയാണ്. ഇനി നോക്കൂ, യകാദു സൈത്തുഹാ യുളീ, അത് കത്തിക്കൊണ്ടേയിരിക്കും. വലൗലം തംസസ്ഹു നാർ, നീ കൊണ്ടുപോയി കത്തിക്കൊന്നും വേണ്ട, തീ തൊടാതെ തന്നെ കത്തിജ്വലിച്ചു എന്ന് തോന്നുമാറുള്ള എണ്ണയാണ്. അങ്ങനത്തെ സൈത്തൂന്റെ മരമാണ്, നല്ല തിളങ്ങുന്ന മരമാണ്.
വെളിച്ചമുള്ളതാണ്, കത്താതെ തന്നെ നല്ല തിളക്കമുള്ളതാണ്, അത്ര നല്ലതാണ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശമാണ്, പ്രകാശത്തിന് മേൽ പ്രകാശം. ആലോചിച്ചു, വിളക്ക് അല്ലെങ്കിൽ തീ, കത്തുന്ന തീ, ഏറ്റവും നല്ല എണ്ണ, ഏറ്റവും നല്ലൊരു സുജാജ്, അതിനുള്ളിൽ ഏറ്റവും നല്ല ബൾബ്, ഇതൊക്കെ കൂടി വെച്ചത് ഏറ്റവും നല്ലൊരു റിഫ്ലക്ടറിലാണ് വെച്ചത്. നൂറുൻ അലാ നൂർ, അതാണ് അള്ളാന്റെ വെളിച്ചം. യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ, എല്ലാവർക്കും ഈ വെളിച്ചം കിട്ടിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും ഈ വെളിച്ചം എത്തിക്കൊള്ളുന്നില്ല. അല്ലാഹു തആല ഹിദായത്ത് ആക്കുന്നവർക്ക് ഈ വെളിച്ചം ധാരാളമായി കിട്ടും. അല്ലാഹു തആല ജനങ്ങൾക്ക് ഉദാഹരണം പറയാണ്, പറഞ്ഞു മനസ്സിലാക്കി തരാൻ. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹുവിനെല്ലാം അറിയാം. ശരി, എവിടെയാണ് ഈ വെളിച്ചം? എവിടെയാണ് ഈ വെളിച്ചം? അള്ളാന്റെ വെളിച്ചം എവിടെയാണ്? ഫീ ബുയൂത്തിൻ, അത് ചില വീടുകളിലാണ്. ഏതാണ് ആ വീടുകൾ? അതിനല്ലാഹ് അൻ തുർഫഅ, അത് ഉയർത്താൻ അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു. ആ വീടുകൾ കെട്ടിയുണ്ടാക്കാൻ, അതാണ് മസ്ജിദ് എന്ന് പറയുന്നത്. അള്ളാഹു തആല കെട്ടിയുണ്ടാക്കാൻ അനുമതി നൽകിയ വീടുകളിലാകുന്നു അള്ളാഹുവിന്റെ പ്രകാശം കുടികൊള്ളുന്നത്. വയുദ്കറ ഫീഹ ഇസ്മുഹു, ആ വീടുകളിലാണ് അള്ളാഹുവിനെ ഓർക്കപ്പെടുന്നത്. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ, ആ ഭവനങ്ങളില് രാവിലെ സമയങ്ങളിലും വൈകുന്നേര സമയങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാൻ ധാരാളം ആളുകളുണ്ട്. അവർ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ആരാണ് ആ ആളുകൾ? ആലോചിച്ച് നോക്കണേ, ആരാണ് ആളുകൾ? മൊയ്ലിയന്മാരല്ല, മൊയ്ലിയരുട്ടിയല്ല, പള്ളിക്കടുത്ത മുക്രി ബീഹാരി അല്ല, ബംഗാളി അല്ല. റിജാലുൻ, അത് ചില മനുഷ്യരാണ്, അത് ചില മനുഷ്യരാണ്. ആരാണ് ആ മനുഷ്യർ? ലാ തുൽഹീഹിം, അവരെ അശ്രദ്ധമാക്കുന്നില്ല. തിജാറത്തുൻ, അവരുടെ ബിസിനസ്, വലാ ബൈഉൻ, അവരുടെ കച്ചവടം, അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്. ആലോചിച്ച് നോക്കൂ, ബാങ്ക് കൊടുത്താൽ അവിടെ പിന്നെ അവർക്ക് ബിസിനസ് പ്രശ്നമില്ല, വല്ല ചെറിയ കച്ചവടങ്ങൾക്ക് പ്രശ്നമില്ല, വല്ല ഓട്ടോറിക്ഷ ഓട്ടോകൾക്ക് പ്രശ്നമില്ല. ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും. ആ നിസ്കരിക്കുന്ന ആളിലൂടെ ഒരു സംസ്കാരം ലോകത്തിന്റെ മുമ്പിൽ അവർ പകർന്നു കൊടുക്കേണ്ടതുണ്ട് എന്നാ പറഞ്ഞു വരുന്നത്. അല്ല, പള്ളിക്ക് 4 മൂല്യന്മാരിന്ന് കിതാബ് ഓതിയോണ്ട് ലോകത്തിന് എന്ത് കിട്ടാനാ കൂട്ടരെ? അതല്ലേ നമ്മുടെ നാടിങ്ങനെ നശിച്ചുപോയത്. കിട്ടേണ്ട സംസ്കാരം ഉസ്താദുമാരിൽ നിന്ന് കിട്ടുന്നില്ല. അവരിപ്പോഴും റാത്തീബും കുത്തുബേത്തും മൗലൂദുമായിട്ട് പള്ളിന്റെ മെഹ്റാബിന്റെ ഉള്ളിൽ കഴിയാ. നമ്മളോ പിരിച്ചുണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടേ കൊടുക്കുക. അവരുടെ കുടുംബം സുഖമായി ജീവിക്കുന്നു എന്നല്ലാതെ ഈ പള്ളി കൊണ്ട് നാട്ടുകാർക്ക് എന്തുപകാരം കിട്ടാനാണ്? ഈ ഉപകാരം കിട്ടേണ്ടത് ഈ ആളുകളിലൂടെയാണ്. ഇവരുടെ സംസ്കാരം ലോകത്ത് പ്രചരിക്കണം. ഒരു മനുഷ്യനെ കാണുമ്പോൾ നേരച്ചോ വർത്താനം പറയുമ്പോ നിനക്ക് എവിടുന്ന് കിട്ടി ഈ സംസ്കാരം എന്ന് സംസ്കാരമില്ലാത്തവന് ബോധ്യമാകണം. ഒരു മുസ്ലിമിന്റെ അച്ചടക്കം കാണുമ്പോ, ഒരു മുസ്ലിമിന്റെ ടൈം ടേബിൾ ആയിട്ടുള്ള ലൈഫ് കാണുമ്പോ, ജീവിതം കാണുമ്പോ മറ്റുള്ളവർ അറിയണം അത് അവന്റെ പള്ളിയിൽ പോക്കാൻ കൃത്യമായി പള്ളിയിൽ നിന്ന് പഠിച്ചതാണ്. അവന്റെ ജീവിതത്തിൽ ചിട്ടയുണ്ട്, അവന് ടൈമുണ്ട്, നിസ്കരിക്കാൻ ഒരു ടൈമുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീൻ കിതാബൻ മൗഖൂത, അതൊരു ടൈം ടേബിളാണ്. ടൈം ടേബിൾ അനുസരിച്ചാണ് മുഅ്മിൻ ജീവിക്കുന്നത്. രാവിലെ അവർക്ക് ഉണരാൻ ടൈമുണ്ട്, ഉറങ്ങാൻ ടൈമുണ്ട്, ഭക്ഷണം കഴിക്കാൻ ടൈമുണ്ട്. അതിന്റെയൊക്കെ ടൈം ഷെഡ്യൂൾ അവന്റെ നിസ്കാരത്തിലൂടെ അവന് ലഭിക്കുന്നുണ്ട് എന്നാണ്. അതാ റിജാലുല്ലാ തുൽഹീഹിം, അവരെ അശ്രദ്ധമാക്കുന്നില്ല. അള്ളാഹ് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സമ്പത്തോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ, ദിക്റുള്ളയിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ, അശ്രദ്ധമാക്കാതിരിക്കട്ടെ. അതാ റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അവർക്ക് അള്ളാഹുവിനെ ഓർക്കുന്നതിന് തടസ്സമില്ല. വഇഖാമിസ്സലാ, അവർക്ക് നിസ്കാരം നിലനിർത്തുന്നതിന് അവരുടെ കച്ചവടം ബിസിനസ്സും തടസ്സമല്ല. വഇതാഇസ് സകാത്ത് കൊടുക്കുന്നവന് അവരുടെ കച്ചവടം തടസ്സമല്ല. ഭൗതികമായ അവരുടെ ഒരു കാര്യവും അവർക്ക് തടസ്സമല്ല. നോക്കൂ, എന്താ കാരണം? യഖാഫൂന യൗമൻ, അവർ ഭയപ്പെടുന്നത് പള്ളി കമ്മിറ്റിയല്ല, പള്ളിയിലെ ഉസ്താദിനെയല്ല, നാട്ടുകാരല്ല. അവർ യഖാഫൂന യൗമൻ, ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു. ആ ദിവസത്തിന്റെ പ്രത്യേകത തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ,
ഹൃദയങ്ങളും കണ്ണുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറയുന്ന ഒരു ദിവസമാണ്. അതാണ് യൗമുൽ ആഖിറ, അന്ത്യദിനം. അന്ത്യദിനത്തെ ആലോചിച്ച്, മരിച്ചു പോകണ്ടേ എന്നാലോചിച്ച്, നമ്മളൊക്കെ പറയല് ജീവിക്കണ്ടേ എന്നാണ്. എന്താ ബാങ്ക് കൊടുത്തിട്ടും പോകാത്തത്? അപ്പളാ 4 കസ്റ്റമർ വരാ, ജീവിക്കണ്ടേ എന്നല്ല, അത് ചോദ്യമല്ല. നമ്മൾ ജീവിച്ചോളും, പക്ഷെ ചോദ്യം മരിക്കണ്ടേ എന്നതാണ്. ജീവിക്കാനല്ല പണി, മരിക്കാനാണ് പണി. ജീവിതം നാം മുന്നോട്ട് പോവും. നമ്മൾ കഷ്ടപ്പെട്ടില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിച്ചോളും. ആരും ഇവിടെ ബുദ്ധിമുട്ടുന്നില്ല, പ്രയാസപ്പെടുന്നില്ല. ഉണ്ടെങ്കിൽ അവരൊക്കെ മറ്റുള്ളവർ സഹായിക്കും. പക്ഷെ മരിച്ചു പോകുമ്പോ ആരും സഹായത്തിനുണ്ടാവില്ല. കൊണ്ടുപോയി വെച്ചവരൊക്കെ പോകും. പിന്നെ അവന്റെ അമല് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പരലോകത്തെ ഭയക്കുന്ന ആളുകള്, അപ്പൊ പരലോകത്തെ പേടിയുള്ള കച്ചവടക്കാരും ബിസിനസ്സുകാരും പള്ളിയുടെ നാട്ടിലുള്ള ടൗണിലുള്ള ആളുകളും അവരൊക്കെ കൂടിയാണ് ഒരു പള്ളി പരിപാലിച്ച് കൊണ്ടുപോകേണ്ടത് എന്ന് സൂറത്തുൻ നൂറിലൂടെ അള്ളാഹു വളരെ വ്യക്തമായി പറയാം. അതാണ് പിന്നെ ഇതൊക്കെ എന്തിനാണെന്നറിയോ? അവര് ചെയ്തതിനേക്കാളും നല്ല പ്രതിഫലം അള്ളാഹ് നിങ്ങൾക്ക് തരും. ബാങ്ക് കൊടുത്തിട്ടും ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ അയാളുടെ അടുത്ത് കിട്ടുന്ന പൈസ നിങ്ങൾ അവഗണിച്ച് പോരുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നന്നാകും, ബർക്കത്തുണ്ടാകും, അള്ളാഹ് തരും. അള്ളാഹ് അധികരിപ്പിച്ച് അള്ളാഹുവിന്റെ ഫضൽ നിങ്ങൾക്ക് തരും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ഹിസാബും ഇല്ലാതെ അള്ളാഹ് കൊടുക്കും. നിങ്ങളുടെ അധ്വാനം കൊണ്ടും ബാങ്ക് കൊടുത്തിട്ടും കടപൂട്ടാതെ അല്ലെങ്കിൽ നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കുന്നതുകൊണ്ടൊക്കെയാണ് കച്ചവടം ഉണ്ടായതെന്ന് വിചാരിക്കണ്ട. അതൊക്കെ വെറും ഒരു പൊട്ടത്തരം, ഒരു പോക്ക. അള്ളാഹ് ബർക്കത്ത് തരുന്നതുകൊണ്ടാണ് നമ്മുടെ കച്ചവടം നന്നാവുന്നതാണ്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് പള്ളി പരിപാലനത്തിലെ ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ യോഗ്യത അതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക, രണ്ടാമത് അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. അതാരാണ് ഏറ്റവും കൂടുതൽ പരിപാലനത്തിന് അവകാശപ്പെട്ടവരെ? അത് ബിസിനസ്സുകാരും കച്ചവടക്കാരും പള്ളിയെ ചുറ്റിപ്പറ്റിയ ആളുകൾ. അങ്ങനെ തന്നെയാണ് പല പള്ളികളും നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഇന്ന് നടന്നു പോകുന്നത്. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല. നമ്മുടെയൊക്കെ നാട്ടിൽ ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പല പള്ളികളും അടച്ചുപോകേണ്ട അവസ്ഥയാണ്. അവരെ അകമഴിഞ്ഞ് സഹായിച്ചത് കൊണ്ടാണ് പല പള്ളികളും ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതിയ പുതിയ പള്ളികൾ നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒക്കെ നാട്ടുകാർ ചെയ്യുന്ന തന്നെയാണ്, ഒക്കെ കച്ചവടക്കാർ ചെയ്യണതാണ്, ഒക്കെ ബിസിനസ്സുകാർ ചെയ്യണതാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പള്ളിയിലെ ഒരു സംസ്കാരം ലോകർക്ക് മുഴുവൻ എത്തിക്കണം. ഏതുപോലെ അള്ളാഹു അവന്റെ ലൈറ്റ് ഇങ്ങനെ അടിച്ചു തരുന്നത് പോലെ ഒരു ലൈറ്റ് ഒരു വഴിയിൽ ഒരു ടൗണിൽ എന്തൊക്കെ ചെയ്യുന്നുവോ അതുപോലെ ഈ പള്ളിയിൽ പോകുന്നവനിൽ നിന്നൊരു വെളിച്ചം അവന്റെ 4 പുറം കിട്ടണം എന്നർത്ഥം. അതാണ് അള്ളാഹു പറഞ്ഞത്. മറ്റു മൂന്നാമത്തെ ഒരു ക്വാളിഫിക്കേഷൻ അള്ളാഹ് പറഞ്ഞു, വഅഖാമസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവനായിരിക്കണം എന്ന്. ഞാൻ പറയാറുണ്ട്, അള്ളാഹ് എവിടെയും നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. നിസ്കരിക്കാത്തൊരു മുസ്ലിം ഉണ്ടാവില്ല. മിക്കവാറും നിസ്കരിക്കും, ഏറ്റവും ചുരുങ്ങിയത് നിസ്കരിക്കലും ചെയ്യും. പക്ഷെ നിസ്കരിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞത് നിസ്കരിക്കുന്നവർക്ക് നാശം. പിന്നെ എന്താണ് പറഞ്ഞത്? എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നിസ്കരിച്ചാൽ പോരാന്നുള്ളതാണ്. നിസ്കാരത്തെ നിലനിർത്തണം. ഖുർആൻ പറഞ്ഞത് അഖിമിസ്സലാ, അഖാമുസ്സലാ, കൃത്യമായിട്ട് നിസ്കാരത്തിന്റെ ടൈം ഷെഡ്യൂൾ അതനുസരിച്ച് തന്നെ പോകണമെന്നാണ്. അപ്പൊ അതിനൊക്കെ ഒരു ചിട്ടുണ്ടാവും, അതിനൊക്കെ ഒരു ബർക്കത്ത് ഉണ്ടാവും. അഥവാ ഖാമസ്സലാ, പള്ളിയിൽ വന്ന് നിസ്കാരം നിലനിർത്തണം. ഒരു മനുഷ്യൻ സ്ഥിരമായി പള്ളിയിൽ പോണ് കണ്ടാൽ അവന്റെ ഈമാൻ നീ ഉറപ്പിക്കണം എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. എപ്പോഴും പോയി എടുക്കുക, പള്ളി കേൾക്കാണ്. എവിടുക്ക ബാങ്ക് കൊടുത്തു പള്ളിയിൽ പോവുകയാണ്. എവിടുക്കാണ്? ഞാൻ പള്ളിയിൽ പോവുക. ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യണ്ടല്ലോ, അങ്ങനെ നീ കാണുന്ന ഒരു മനുഷ്യന്റെ ഈമാൻ ഉറപ്പിക്കണം. അവന്റെ ഈമാൻ നിനക്ക് ഉറപ്പിക്കാം അല്ലാഹു റസൂൽ പറഞ്ഞത്. അപ്പൊ പള്ളിയുമായുള്ള ഒരു ബന്ധം. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുകയും വേണം. നിസ്കാരത്തിന്റെ കൂടെ തന്നെ നിസ്കാരത്തോളം തന്നെ പ്രാധാന്യം 33 തവണയിലധികം സക്കാത്തിനെ നിസ്കാരത്തിന്റെ കൂടെയാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നിസ്കരിക്കണവരും സക്കാത്ത് കൊടുക്കുമ്പോൾ സംശയങ്ങളാണ്. അത് അവനാൻ അധ്വാനിച്ചത് മറ്റൊരു കൊടുക്കണം എന്ന് പറയല്ലേ. അപ്പൊ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കാനും വരണമെന്ന അവർക്കേ പള്ളി പരിപാലിക്കാൻ അർഹതയുള്ളൂ. അഞ്ചാമത്തെ കാര്യം, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരെയും ഭയപ്പെടാനും പാടില്ല. ഒരു പള്ളി പോണ മനുഷ്യന്റെ ഒന്നാമത്തെ പ്രത്യേകത അതാണ്. അല്ലാഹനെ മാത്രം ഭയപ്പെടുക. 2 രൂപത്തിൽ ഭയക്കാം. സാധാരണ ഭയം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് പലതും ഭയം. നിപ്പ വന്ന ഭയാണ്, കൊറോണ ഭയാണ്,
റോട്ടിൽ കൂടെ നടക്കുമ്പോൾ പേടിയാണ്, വാഹനത്തെ അതല്ല ഈ പറഞ്ഞത്. അത് ഭൗതികമായിട്ടുള്ള ഭയമാണ്, അത് നൈസർഗികമാണ്, ജന്മസിദ്ധമാണ്. അങ്ങനെ വേണം, അങ്ങനെ അല്ലെങ്കിൽ അവന് ബുദ്ധിയില്ല എന്നർത്ഥം. പക്ഷേ വേറെ ഏതെങ്കിലുമൊക്കെ മാർഗത്തില് ഏതെങ്കിലും ഷെയ്ഖുമാരെ, മക്ബറമാരെ, ദർഗ അല്ലെങ്കിൽ മറ്റുള്ളതിനൊക്കെ ഭൗതികമായിട്ട് ശിർക്കൻ വിശ്വാസങ്ങളിലൂടെ ഉണ്ടാകുന്ന ആ ഭയത്തെ ഒരു കാരണവശാലും പാടില്ല. അല്ലാതെ എനിക്ക് എന്തെങ്കിലും ഉപകാരോപദ്രവമൊക്കെ ചെയ്യുന്ന ഭൗതികമായിട്ടല്ല, മറഞ്ഞ വഴിയില്, നേരെ ചൊവ്വയല്ല, പടച്ചോൻ ചെയ്യണ പോലെ, പടച്ചോന്റെ ഗുരുത്തക്ക് തട്ടുന്ന പോലെ തന്നെ വേറൊരാളെ ഗുരുത്തക്ക് തട്ടെന്ന് വിചാരിച്ചാൽ അത് ശിർക്കാൻ, അത് പാടില്ല. അങ്ങനത്തെ ഒരു പള്ളി പരിപാലിക്കേണ്ടതില്ല. അവന് പള്ളിയിൽ വിശ്വാസമല്ല, അവന് പിന്നെ നിസ്കാരത്തിന്റെ കാര്യത്തില്, അവന് ഈമാന്റെ കാര്യത്തില് ദുർബലമാണ്, മുശ്രിക്കാൻ. അങ്ങനത്തെ ശിർക്കൻ വിശ്വാസവുമായി ഷാഹിദീന അലാ അൻഫുസിഹിം ബികുഫ്ർ, സ്വയം കുഫ്ർ നടിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് പള്ളി പാലിക്കാൻ അർഹതയില്ല എന്ന് ഇതിന്റെ ആദ്യത്തെ തന്നെ പറഞ്ഞതായിട്ട് ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹനല്ലാതെ ഭയപ്പെടാനും പാടില്ല. ആലോചിക്കൂ നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളുടെ അവസ്ഥ. അതുകൊണ്ട് പള്ളി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മാത്രല്ല പള്ളി ഒരു നാട്ടിന്റെ സാംസ്കാരിക കേന്ദ്രമാണ്. പള്ളിയിൽ ക്ലാസ് നടക്കണം, ഖുത്ബ നടക്കണം, അതിന് ആളുകൾക്ക് ഉപകാരം കിട്ടണം. അതേപോലെ തന്നെ ക്ലാസ്, അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിൽ ഖുർആൻ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഖുർആന്റെ ചോദ്യമുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ ആരാ പഠിക്കാനുള്ളത് എന്ന് അല്ലാഹുവിന്റെ ചോദ്യമാണ്. പഠിക്കാൻ എളുപ്പമാണ്, നമുക്കൊന്നും പഠിക്കാൻ ഒഴിവില്ല എന്നുള്ളതാണ്. പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പഠിക്കാം. സഹാബികളൊക്കെ അങ്ങനെ ഖുർആൻ പഠിച്ചതല്ലേ, ഓലൊന്നും കിതാബ് ഓതാൻ പോയാലല്ലോ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കും, അവരെങ്ങനെ പഠിക്കും. അതുകൊണ്ട് പള്ളി എന്ന് പറയുന്നത് അവിടെ ക്ലാസുകൾ നടക്കണം, അവിടെ പല കമ്മിറ്റികളും ഉണ്ടാവണം. ഉളുഹിയ്യത്ത് പള്ളിയുടെ കെയർ ഓഫിൽ എല്ലാവർക്കും കിട്ടണം. ഏതെങ്കിലും വീട്ടിൽ വെച്ച് ഒരാളർത്ത് നാലാൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല, കേന്ദ്രീകൃതമായിട്ട് ഫിത്ർ സക്കാത്ത്, സക്കാത്തുൽ ഫിത്ർ, അതുപോലെ തന്നെ സക്കാത്ത് സംഘടിതമായിട്ട് കൊടുക്കാം. മസ്ലഹത്ത് കമ്മിറ്റി, പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല പ്രശ്നത്തിലും ഇടപെടാൻ നമ്മുടെ കമ്മിറ്റികൾക്ക് കഴിയണം, പലപ്പോഴും കഴിയണില്ല. എത്രയോ കുടുംബങ്ങൾ തമ്മിൽ നിൽക്കുന്നുണ്ട്. അതിലൊക്കെ പോയി ഇടപെടണം, കമ്മിറ്റിക്കാരിടപെടണം. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും പറഞ്ഞാല് പള്ളിയിൽ പോയി പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പള്ളിയിൽ പോയി പറയാം, അത് ശരിയാണ്, പള്ളിയിൽ പോയിട്ടാണ് പറയേണ്ടത്. അത് പരിഹാരം ഉണ്ടാവണം. പള്ളി പഠിക്കാനും എഴുത്തിക്കാഫിരിക്കാനും എല്ലാറ്റിനുമുള്ള ഒരു രാജ്യത്തിന്റെ, നാടിന്റെ സാംസ്കാരിക കേന്ദ്രമായി പള്ളി മാറേണ്ടതുണ്ട്. ഒരാളെയും തടയാൻ പാടില്ല, പള്ളിയിലേക്ക് വരുന്നത് തടയാൻ പാടില്ല. പെണ്ണുങ്ങളെപ്പോലും പള്ളിയിൽ വരുന്നത് തടയാൻ പാടില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ അടിയാത്തികൾ പള്ളിയിൽ വരുമ്പോ ഒരിക്കലും നിങ്ങൾ തടയരുത്. നിങ്ങളുടെ പെണ്ണുങ്ങൾ ആരെങ്കിലും സമ്മതം ചോദിച്ചാൽ നിങ്ങൾ തടയാൻ പാടില്ല. പെണ്ണുങ്ങൾ പറയാ ഞാൻ പള്ളിയിൽ പോട്ടെ, നിർബന്ധമല്ല പെണ്ണുങ്ങൾക്ക് ജുമുഅക്ക് വരല്ലേ. പക്ഷെ ഒരു പെണ്ണ് ചോദിക്കാം ഞാനും പോരട്ടെ ജുമുഅക്ക്, പോണ്ടാന്ന് പറയാൻ പാടില്ല. ആലോചിച്ച് നോക്കി, സുന്നത്ത് നോമ്പ് വെൽക്കണമെങ്കിൽ ഒരു പെണ്ണ് ഭർത്താവിനോട് സമ്മതം ചോദിക്കണം. സുന്നത്ത് നോമ്പ് വെൽക്കണമെങ്കിലേ ഞാൻ നാളെ സുന്നത്ത് നോമ്പ് വെൽക്കട്ടെ എന്ന് ഭർത്താവിനോട് ചോദിക്കണം. ഭർത്താവിന് വേണമെങ്കിൽ യെസ് പറയാം, അല്ലെങ്കിൽ നോ പറയാം, അധികാരമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല സുന്നത്ത് നോമ്പ് നോൽക്കട്ടെ എന്ന് നിങ്ങളുടെ ഭാര്യ ചോദിച്ചാൽ അവളോട് വേണ്ട എന്ന് പറയരുതെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നാളെ നോൽക്കണ്ട പറയാം, നാളെ നോറ്റോ പറയാം. എന്നാ പള്ളി പോട്ടെ എന്നൊരു പെണ്ണ് ചോദിച്ചാലോ പോണ്ടാന്ന് പറയാൻ പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ട്, പുരുഷന്മാരെ വിലക്കിയിട്ടുണ്ട്. വമൻ അല്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അയുദ്കറ ഫീ ഹസ്ബുഹു. അൽ ബഖറയിൽ അല്ലാഹു പറയാ, അല്ലാഹുവിന്റെ നാമം കീർത്തിക്കുന്ന പള്ളിയെ കുറിച്ച്, പള്ളിയിൽ നിന്ന് തടയുന്നവരാരുണ്ട്, അവനേക്കാൾ അക്രമിയാരുണ്ട്. ആ പള്ളിയുടെ ഖറാബ്, അത് അറിയില്ലേ, ഖർബ, അത് പൊളിഞ്ഞു പോകും. പള്ളിയുടെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ ആരുണ്ട്? അതുകൊണ്ട് വമൻ അല്ലം മിമ്മൻ മനഅ മസാജിദ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഒരാളെയും തടയാൻ പാടില്ല. പള്ളിയിൽ വരട്ടെ, പള്ളിയിൽ വരട്ടെ, പള്ളിയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കട്ടെ. അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനെയും പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വരുമ്പോ അവർ ഇബാദത്തിനായിട്ട് വരട്ടെ. എന്റെ ഷർത്തും ഫർളും കാര്യങ്ങളൊക്കെ വേറുണ്ട്, അതൊക്കെ ഫഖീഹായ മസാലകളാണ്. പള്ളിയിൽ വരണം, പള്ളിയിൽ നിന്ന് ദീൻ പഠിക്കണം, അങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. മാത്രമല്ല പള്ളി ഒരിക്കലും ഖറാബാക്കാൻ, കേടുവരുത്താൻ ശ്രമിക്കാൻ പാടില്ല. പള്ളിയിൽ നിന്ന് മാത്രമല്ല ഒരൊറ്റ മതസമൂഹത്തിന്റെ ആരാധനാലയങ്ങളും കേടുവരുത്താൻ സമ്മതിക്കാൻ പാടില്ല. അതൊരു പൊതു തത്വമാണ്. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബാബരി മസ്ജിദ് പൊളിഞ്ഞപ്പോ മുസ്ലിങ്ങളെക്കാൾ ഏറെ ദുഃഖിച്ച ഹിന്ദു സഹോദരന്മാരുണ്ട്, ഹിന്ദു മതെടുത്ത് പറഞ്ഞ ആളുകളുണ്ട്.
മുസ്ലിങ്ങൾ മാത്രമല്ല ദുഃഖിച്ചത്. അങ്ങനെ വേണം. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പ്രശ്നം വരുമ്പോ എല്ലാവരും അതിൽ ദുഃഖിക്കണം. ഒരു ഹിന്ദുവിന് ഒരു പ്രശ്നം വരുമ്പോ എല്ലാവരും ദുഃഖിക്കണം. ഒരു മുസ്ലിമിന് ഒരു പ്രശ്നം വരുമ്പോഴും എല്ലാവരും ദുഃഖിക്കുക വേണ്ടത്. അല്ലാതെ മുസ്ലിങ്ങൾ മാത്രം ഇസ്ലാമോ ഫോബിയ എന്നൊക്കെ മാറിക്കൊണ്ടിരിക്കാൻ മുസ്ലിങ്ങൾ എന്തോ ഒരു രൂപത്തിൽ ഒരു ഫോബിയ കടന്നുപിടിക്കുക മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞത് ചിലരെ കൊണ്ട് അല്ലാഹു തആല പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനികളുടെ സന്യാസിമാർ താമസിക്കുന്ന, അവര് മാത്രം താമസിക്കുന്ന മഠങ്ങളൊക്കെ തകർക്കപ്പെടുമായിരുന്നു. ക്രിസ്ത്യാനികളുടെ ആരാധനാ മണ്ഡപങ്ങൾ പൊളിഞ്ഞു പോകുമായിരുന്നു. അതുപോലെ തന്നെ ജൂതന്മാരുടെ മണ്ഡപങ്ങൾ പൊളിക്കപ്പെടുമായിരുന്നു, ആരാധനാലയങ്ങൾ പൊളിക്കപ്പെടുമായിരുന്നു. പള്ളികളും പൊളിക്കപ്പെടുമായിരുന്നു. അതിലൊക്കെ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിക്കപ്പെടുന്നതാണ്. ഓരോ ദേവാലയങ്ങളിലും ആത്യന്തികമായി പറഞ്ഞാൽ അവരൊക്കെ ദൈവകീർത്തനങ്ങൾക്ക് വേണ്ടി കെട്ടിയുണ്ടാക്കിയതാണ്. അതൊന്ന് തകരുമ്പോ മറ്റുള്ളവർ ചിരിക്കാൻ പാടില്ല, അത് പൊളിക്കാൻ പാടില്ല. അത് അമ്പലമാണെങ്കിലും പൊളിക്കാൻ പാടില്ല, പള്ളിയാണെങ്കിലും പൊളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബുദ്ധക്ഷേത്രമാണെങ്കിലും മറ്റു ക്ഷേത്രമാണെങ്കിലും പിന്നെ യൂതന്മാരുടെ ക്ഷേത്രമാണെങ്കിലും ഒന്നും പൊളിക്കാൻ പാടില്ല. ചിലരെ കൊണ്ട് പ്രതിരോധിക്കണമെന്ന്. അതുകൊണ്ട് ഇത്തരം ആരാധനാലയങ്ങളെ സംരക്ഷിക്കുക എന്നത് ഓരോ മുഅ്മിനിന്റെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലർക്കൊക്കെ ഇസ്ലാമോഫോബിയ, അത് ഇസ്ലാമിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. കാരണം നമ്മിലൂടെ കാണുന്നതും പഠിക്കുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിനെ കുറിച്ചുള്ള കൃത്യമായ വശം പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ശത്രുതയോടുകൂടി കാണുന്നത്. ഒരമ്പലം പൊളിയുമ്പോഴും ഒരു മുസ്ലിം സന്തോഷിക്കരുത്, ഒരു പള്ളി പൊളിയുമ്പോഴും ഒരു ഹിന്ദു സഹോദരനും സന്തോഷിക്കാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനിക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് നേരെയോ അല്ലെങ്കിൽ ക്രിസ്തുമതത്തിനോ ക്രിസ്തുമത ആരാധനാലയങ്ങൾ പൊളിക്കപ്പെടുമ്പോ സന്തോഷിക്കാനുള്ളവരല്ല മറ്റുള്ളവർ എന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കണം. അതാണ് ഒരു പള്ളിയുടെ ദൗത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹി ഇബാദല്ലാഹ്. ബഹുമാന്യരെ, ഹജ്ജിന് പോകുന്ന അപേക്ഷ കൊടുക്കേണ്ട ദിവസം 7-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ടെന്നാണ് അറിവ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അതിന് തയ്യാറാകാൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളൊന്ന് ഒരുങ്ങിയാൽ നടക്കും. നല്ലൊരു നിയ്യത്ത് വെച്ച് ഒരുങ്ങുകയാണെങ്കിൽ ഗവൺമെന്റ് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഗവൺമെന്റിലെ ആ സൗകര്യങ്ങൾ പലർക്കും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടേ ഉള്ളൂ. ആയതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ശ്രദ്ധയപ്പെടുത്തി എന്ന് മാത്രം ഹജ്ജിന് അപേക്ഷിക്കാവുന്നതാണ്. ശ്രദ്ധയപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.